എവിഡൻസ് ഓഫ് ഇവല്യൂഷൻ. അടുത്തത് കറണ്ട് എവിഡൻസസ് ആണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന അങ്ങനത്തെ ഇവല്യൂഷൻ്റെ എവിഡൻസുകളുമുണ്ട്. അതാണ് കറണ്ട് എവിഡൻസസ് ഓഫ് ഇവല്യൂഷൻ. നമുക്ക് അറ്റ് പ്രസൻറ്റ് സിറ്റുവേഷനിലൊക്കെ കാണാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ലൈഫ് ഫോംസ് അല്ലെങ്കിൽ അതിലുള്ള ചേഞ്ചുകൾ എങ്ങനെയാണ് അവിടെ ഇവല്യൂഷൻ നടക്കുന്നത്. എക്സാമ്പിൾ പറയണത് അതിൽ ആദ്യത്തെ എക്സാമ്പിളാണ് നമ്മളെ ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്നത്. അത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം. ആദ്യമായിട്ട് നമ്മുടെ ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിൽ 2 പെപ്പേർഡ് മോത്തുകളുണ്ടായിരുന്നു. പെപ്പേർഡ് മോത്ത് എന്ന് പറഞ്ഞാൽ നിശാശലഭങ്ങൾ. 2 വെറൈറ്റി ഓഫ് പെപ്പേർഡ് മോത്ത് ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. അതാണ് വൈറ്റ് വിങ്ഡ് പെപ്പേർഡ് മോത്തും ഡാർക്ക് വിങ്ഡ് പെപ്പേർഡ് മോത്തും. വെള്ള ചിറകുള്ളതും അതുപോലെ ഡാർക്ക് ബ്രൗൺ അങ്ങനത്തെ ഒരു ചിറകുള്ള ഇതുമായിട്ടുള്ള 2 പെപ്പേർഡ് മോത്തിൻ്റെ നിശാശലഭങ്ങളുടെ വെറൈറ്റി ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ. അതിൽ വൈറ്റ് വിങ്ഡിനെ വിളിക്കുന്ന സയൻറ്റിഫിക് നെയിമാണ് ബിസ്റ്റൺ ബെറ്റുലേറിയ വെറൈറ്റി ടിപ്പിക്ക. ഡാർക്കിനെ വിളിക്കുന്ന പേരാണ് ബിസ്റ്റൺ ബെറ്റുലേറിയ വെറൈറ്റി കാർബണേറിയ. ടിപ്പിക്ക ആൻഡ് കാർബണേറിയ 2 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പെപ്പേർഡ് മൗത്താണ് നിശാശലഭങ്ങളുടെ 2. ഒന്ന് വൈറ്റ് വിങ്ഡ്, ഒന്ന് ഡാർക്ക് വിങ്ഡ്. അങ്ങനെ ഇംഗ്ലണ്ടിൽ 2 വെറൈറ്റി ഉണ്ടായിരുന്നു. അത് 1850-ലായിരുന്നപ്പോൾ 1850-കളിൽ ഈ പറഞ്ഞ ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പായിട്ട്, ഈ വ്യാവസായികവൽക്കരണത്തിന് മുമ്പായിട്ട് 1850-ൽ അവിടുത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു? ആ കാലഘട്ടങ്ങളിൽ 1850-കളിൽ ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ, അത് തുടങ്ങുന്നതിന് മുമ്പ് ഇംഗ്ലണ്ടിൽ കൂടുതൽ നമ്പർ കണ്ടിരുന്നത് വൈറ്റ് വിങ്ഡ് മോത്തായിരുന്നു. ആ കാലഘട്ടത്തിൽ 1850-കളിൽ ഇംഗ്ലണ്ടിൽ ഈ 2 പെപ്പേർഡ് മോത്തുകളിൽ ഏറ്റവും കൂടുതൽ നമ്പർ കാണപ്പെട്ടിരുന്നത് ഏതാണ്? വൈറ്റ് വിങ്ഡ് മോത്താണ്. അതിന് കാരണം ഈ വൈറ്റ് വിങ്ഡ് മോത്ത് അവിടെയുള്ള ചെടികളിൽ അല്ലെങ്കിൽ അവിടെയുള്ള മരങ്ങളുടെ ആ ട്രീ ട്രങ്കിലാണ് കണ്ടിരുന്നത്. അവിടുത്തെ മരങ്ങളുടെ പ്രത്യേകത, അവിടുത്തെ മരങ്ങൾ അപ്പോൾ 1850-കളിൽ ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പായിട്ട് അവിടുത്തെ മരങ്ങളിൽ ഒരുപാട് ലൈക്കൻസ് ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈക്കൻസ് എന്താണ്? പൊല്യൂഷൻ ഇൻഡിക്കേറ്ററാണ്. പൊല്യൂഷൻ ഉള്ള സ്ഥലങ്ങളിലൊന്നും ലൈക്കൻസ് വളരില്ല. പൊല്യൂഷൻ ഇല്ലാത്ത സമയം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ പൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇൻഡസ്ട്രികൾ വന്നിട്ടില്ല, അതിൽ നിന്നുള്ള കാർബൺ കോമ്പൗണ്ടുകളൊന്നുമില്ല. അതുകൊണ്ട് ആ മരത്തിൻ്റെ ആ ട്രീ ട്രങ്കുകളിലൊക്കെ വൈറ്റ് പാച്ചസ് ഓഫ് ലൈക്കൻ്റെ വൈറ്റ് കളേർഡ് ആയിട്ടുള്ള പാച്ചസുകൾ ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ വൈറ്റ് കളേർഡ് പാച്ചസുകളിൽ ലൈക്കൻ്റെ അതിൽ നമ്മുടെ വൈറ്റ് വിങ്ഡ് മോത്തിന് സുഖമായിട്ട് അതിനനുസരിച്ച് ഇരിക്കാൻ പറ്റും. നമ്മുടെ പെപ്പേർഡ് മോത്തിൻ്റെ കളറ് വൈറ്റ്, ആ മരത്തിൻ്റെ ട്രീ ട്രങ്കിൻ്റെ കളറും ഏതാണ്? അന്ന് ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ് അതിൻ്റെ കളർ ഏതാണ്? അതും വൈറ്റ്. കാരണം അവിടെ ലൈക്കൻസ് ഉണ്ടായിരുന്നു. ലൈക്കൻസ് ആ ട്രീ ട്രങ്കിലൊക്കെ ഉള്ളത് കൊണ്ട് വൈറ്റ് വിങ്ഡ് മോത്ത് ഒരുപാട് ലൈക്കൻ കവേർഡ് ട്രീ ട്രങ്കിൽ കാണപ്പെട്ടിരുന്നു. എന്നാൽ ആ സമയത്ത് ഡാർക്ക് വിങ്ഡ് മോത്ത് വളരെ കുറവായിരുന്നു. കൂടുതൽ നമ്പർ വൈറ്റ് വിങ്ഡും കുറവുണ്ടായിരുന്നത് ഡാർക്ക് വിങ്ഡ് മോത്തുമായിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പെപ്പേർഡ് മോത്തിനെ കൺസ്യൂം ചെയ്യാനായിട്ട് പ്രിഡേറ്റേഴ്സ് വരുമ്പോൾ ആ പ്രിഡേറ്റേഴ്സിന് ഏറ്റവും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ എളുപ്പം അന്ന് ഡാർക്ക് വിങ്ഡ് മോത്തിനെയാണ്. ബിക്കോസ് ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത് എന്താണ്? ആ മരത്തിൻ്റെ ട്രീ ട്രങ്കിൽ മുഴുവൻ എന്താണ്? ലൈക്കൻസ് ആണ്. വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ലൈക്കൻസ് ആണ് ആ ട്രീ ട്രങ്കിൽ മുഴുവൻ ഉള്ളത്. ആ ലൈക്കൻസിൻ്റെ മേലെ നമ്മുടെ ഈ പറഞ്ഞ ഡാർക്ക് വിങ്ഡ് മോത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ്, ഈ മോത്ത് ഡാർക്ക് കളേർഡ്. അപ്പോൾ പ്രിഡേറ്റേഴ്സിന് ഈസിലി ഈ പറഞ്ഞ പെപ്പേർഡ് മോത്തിനെ സ്പോട്ട് ചെയ്യാനും അതിനെ ഭക്ഷിക്കാനും പറ്റുന്നു. അപ്പോൾ പെട്ടെന്ന് പ്രിഡേറ്ററിന് ഈ പ്രേനെ അറ്റാക്ക് ചെയ്യാം. ഏതിനെ? ഡാർക്ക് വിങ്ഡ് മോത്തിനെ. അതുകൊണ്ട് ഡാർക്ക് വിങ്ഡ് മോത്തിൻ്റെ എണ്ണം കുറവായിരുന്നു. മിക്കവാറും ഡാർക്ക് വിങ്ഡ് മോത്തിനെ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ലൈക്കൻസ് ഉള്ള ട്രീ ട്രങ്കിൽ അതിനെ ഈസിലി ആയിട്ട് കണ്ടുപിടിക്കാൻ എളുപ്പം, സ്പോട്ട് ചെയ്യാൻ എളുപ്പമുള്ളത് കൊണ്ട് അതിനെയൊക്കെ ഈ പ്രിഡേറ്റേഴ്സ് കൺസ്യൂം ചെയ്തിരുന്നു, ഭക്ഷിച്ചിരുന്നു. അതേസമയം വൈറ്റ് വിങ്ഡ് മോത്തിനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ലൈക്കൻ ആയതുകൊണ്ട് അതിൽ ഈ വൈറ്റ് വിങ്ഡ് മോത്തിനെ ഈസിലി സ്പോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വൈറ്റ് വിങ്ഡ് മോത്തൊക്കെ അതിൽ നിന്ന് ഈ പ്രിഡേറ്ററിൽ നിന്ന് രക്ഷപ്പെട്ടു, എസ്കേപ്ഡായി. അതുകൊണ്ട് അവർക്ക് മാക്സിമം നമ്പർ ഓഫ് പ്രോജീനിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി, അവരുടെ എണ്ണം കൂടുതലായി വൈറ്റ് വിങ്ഡ് മോത്ത്. ഇവിടെ സംഭവിച്ചത് ഒരു നാച്ചുറൽ സെലക്ഷനാണ്. ഈ പറഞ്ഞ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ലൈക്കൻ, വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ലൈക്കനുമേ അതിന്
കറസ്പോണ്ടിങ് ആയിട്ട് അതേപോലെ എന്താ പറയുക തിരിച്ചറിയാൻ പറ്റാത്ത പാകത്തിൽ വൈറ്റ് വിങ്ഡ് മോത്തിനെ ആ പ്രകൃതി ഒരുപാട് നേച്ചർ സെലക്ട് ചെയ്തു. അതിൻ്റെ രണ്ടുപേരുടെ കളർ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. കാരണം എന്താ, പ്രിഡേറ്റേഴ്സിന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നേച്ചർ സെലക്ട് ചെയ്തത് വൈറ്റ് വിങ്ഡ് മോത്തിനെ ആയതുകൊണ്ട് അതിൻ്റെ നമ്പർ ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ് വൈറ്റ് വിങ്ഡ് മോത്തിൻ്റെ എണ്ണമായിരുന്നു കൂടുതൽ. എന്നാൽ പിന്നീട് അപ്പം നേച്ചർ സെലക്ട് ചെയ്ത് ഏതിനെയാണ്, വൈറ്റ് വിങ്ഡ് മോത്തിനെ. എപ്പോൾ 1850കളിൽ ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പായിട്ട് ഇംഗ്ലണ്ടിൽ 2 വെറൈറ്റിയിൽ കൂടുതൽ കാണപ്പെട്ടത് വൈറ്റ് വിങ്ഡും കുറവ് കാണപ്പെട്ടത് ഡാർക്ക് വിങ്ഡുമാണ്. കാരണം നേച്ചർ സെലക്ട് ചെയ്ത് ഈ പെപ്പേർഡ് മോത്തിൻ്റെ വെറൈറ്റീനെയാണ്. കാരണം അതിന് പ്രിഡേറ്റേഴ്സിന് അറ്റാക്ക് ചെയ്യാനോ കൺസ്യൂം ചെയ്യാനോ ബുദ്ധിമുട്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ലൈക്കൻസിൻ്റെ വൈറ്റ് കളറും ഇതിൻ്റെ കളറും വൈറ്റ് ആയതുകൊണ്ട് സ്പോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്. എന്നാൽ 1920 ആയപ്പോൾ എന്ത് സംഭവിച്ചു, ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങി. സോ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഒരുപാട് ഇൻഡസ്ട്രീസ് പുതിയതായിട്ട് വന്നു. സോ ഇംഗ്ലണ്ടിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് വന്നപ്പോൾ 1920കളിൽ ഈ സിറ്റുവേഷൻ മാറാൻ തുടങ്ങി. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് വരണ ഒരുപാട് സ്മോക്ക് അല്ലെങ്കിൽ സൂട്ട് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് കാർബൺ കോമ്പൗണ്ടുകൾ ഇതൊക്കെ എന്തായി, ഈ പറഞ്ഞ ട്രീ ട്രങ്കിൽ ഡെപ്പോസിറ്റഡ് ആവാൻ തുടങ്ങി. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രീ ട്രങ്കിൽ ലൈക്കൻസ് ആണ് ഉണ്ടായിരുന്നത് വെച്ചാൽ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഈ ട്രീ ട്രങ്കിലൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ കോമ്പൗണ്ടുകളുടെ ആ സ്മോക്കും സൂട്ടൊക്കെയാണ് ഈ പറഞ്ഞ ട്രീ ട്രങ്കിൽ ഡെപ്പോസിറ്റഡ് ആവാൻ തുടങ്ങി. അങ്ങനെ ആ ട്രീ ട്രങ്കൊക്കെ എന്തായി മാറി, ഡാർക്ക് കളറായി. ട്രീ ട്രങ്കിൽ ഇപ്പോൾ ഡെപ്പോസിറ്റഡ് ആയത് എന്താണ്, ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ആ പൊല്യൂഷൻ ആയിരുന്നു, സ്മോക്കും സൂട്ടായിരുന്നു. അങ്ങനെ ആ ട്രീ ട്രങ്കുകളൊക്കെ ഡാർക്ക് കളേർഡായി മാറി. പിന്നെ നമുക്കറിയാം പൊല്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ ലൈക്കൻസിന് ഗ്രോ ചെയ്യാൻ പറ്റില്ല. സോ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊല്യൂഷനാണ് നടന്നത്. അവിടെ ഒരുപാട് ഇൻഡസ്ട്രീസും അവിടെ നിന്ന് വരുന്ന ഒരുപാട് സ്മോക്ക് കോമ്പൗണ്ടുകളും പൊല്യൂഷൻ മലിനീകരണം സംഭവിച്ചു. മലിനീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ലൈക്കൻസ് വളരില്ല. പകരം എന്തായി, ആ ട്രീ ട്രങ്ക് മുഴുവൻ ഡാർക്ക് കളേർഡായി. ഈ ഡെപ്പോസിഷൻ ഓഫ് ഈ പറഞ്ഞ സ്മോക്ക് കാരണം ഇൻഡസ്ട്രിയിൽ നിന്ന് വരണത്. അപ്പോൾ എന്തായി, നേരെ തിരിച്ച് അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഏതാണ്, ഇൻഡസ്ട്രിയലൈസേഷൻ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് കളറാണ്. അപ്പോൾ കൂടുതൽ ഏത് വെറൈറ്റീനെയാണ് നേച്ചർ സെലക്ട് ചെയ്യുക, നേച്ചർ സെലക്ട് ചെയ്യുന്നത് വൈറ്റർ വിങ്ഡ് മോത്തിന്. ഡാർക്ക് വിങ്ഡിന്. വൈറ്റ് വിങ്ഡ് മോത്തിൻ്റെ എണ്ണം കുറയാൻ തുടങ്ങി. ബിക്കോസ് ഇപ്പോൾ ഉള്ള ട്രീ ട്രങ്ക് ഏതാണ്, ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ട്രീ ട്രങ്കാണ്. കാരണം കാർബൺ കോമ്പൗണ്ടുകളും സ്മോക്കൊക്കെ വന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന് അതിൽ ഡെപ്പോസിറ്റഡ് ആയി ട്രീ ട്രങ്കുകളൊക്കെ ഡാർക്ക് കളേർഡായി. ആ ഡാർക്ക് കളറിൽ നമ്മുടെ ഡാർക്ക് വിങ്ഡ് മോത്ത് വന്നിരിക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ വൈറ്റ് വിങ്ഡ് മോത്താണെന്നുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് തിരിച്ചറിയാം. സോ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് വിങ്ഡ് മോത്തിനെ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രിഡേറ്റേഴ്സിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ഡാർക്ക് വിങ്ഡ് മോത്തൊക്കെ എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങി. അതേസമയം വൈറ്റ് വിങ്ഡ് മോത്ത് ആ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ സ്പോട്ട് ചെയ്യാൻ പറ്റി പ്രിഡേറ്റേഴ്സ് ഇവരെ കൺസ്യൂം ചെയ്യാൻ തുടങ്ങി. ആരെ, വൈറ്റ് വിങ്ഡ് മോത്തിനെ കൺസ്യൂം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഡാർക്ക് വിങ്ഡ് മോത്തിൻ്റെ എണ്ണം കൂടുകയും വൈറ്റ് വിങ്ഡ് മോത്തിൻ്റെ എണ്ണം കുറയാൻ തുടങ്ങി. ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം നേച്ചർ സെലക്ട് ചെയ്തത് ഏതിനെയാണ്, ഡാർക്ക് വിങ്ഡ് മോത്തിനെ. അതുകൊണ്ട് അതിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി. ഇവിടെ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ വഴിയാണ് നേച്ചർ എന്തിനെ സെലക്ട് ചെയ്തത്, ഡാർക്ക് വിങ്ഡ് മോത്തിനെ. സോ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഇതുപോലെ മലിനീകരണം കാരണം അവിടെ ഉണ്ടായ ആ ബാക്ക്ഗ്രൗണ്ടിലെ ചേഞ്ച് കാരണം അവിടെയുള്ള പ്രിഡേറ്റേഴ്സിന് ഈ പറഞ്ഞ ഡാർക്ക് വിങ്ങിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ വൈറ്റ് വിങ്ങിനെ സ്പോട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഇവരൊക്കെ രക്ഷപ്പെട്ടു. ആര്, ഡാർക്ക് വിങ്ങടൊക്കെ പ്രിഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെട്ട് അവർക്ക് അവരുടെ പ്രോജനിനെ പ്രൊഡ്യൂസ് ചെയ്ത് നേച്ചർ അതിനെ സെലക്ട് ചെയ്തു. പക്ഷേ ഇവിടെ നേച്ചർ സെലക്ട് ചെയ്തത് എന്തുകൊണ്ടാണ്, ബിക്കോസ് ഓഫ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ. ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ്റെ ഭാഗമായി വന്ന മാറ്റം കൊണ്ടാണ് നമ്മുടെ ഡാർക്ക് വിങ്ഡ് മൗത്തിനെ നേച്ചർ സെലക്ട് ചെയ്തത്. സോ എന്തുകൊണ്ടാണ് ഈ ഡാർക്ക് വിങ്ഡ് മൗത്ത് ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത്, അതിന് പറയുന്നത് കാമോഫ്ലേജ് എന്ന് പറഞ്ഞ മെക്കാനിസം. കാമോഫ്ലേജ് എന്താ, ആ ബാക്ക്ഗ്രൗണ്ടിന് തുല്യമായിട്ടുള്ള ഒരു നമ്മൾ ഓന്തിനെയൊക്കെ പറയുന്ന പോലെ അതിന് സമാനമായിട്ടുള്ള കളറാവുമ്പോൾ അത് അതിനെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നു. സോ ബാക്ക്ഗ്രൗണ്ടിൽ കളർ അതേപോലത്തെ കളർ നമ്മുടെ ഡാർക്ക് വിങ്ഡ് മൗത്തിനുണ്ടാണ്. അതിനെയാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ കളറുമായി അഡാപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാമോഫ്ലേജ്, അതിനെ മിമിക് ചെയ്യുക. എന്താണോ ബാക്ക്ഗ്രൗണ്ടിൽ കളർ അതുപോലെ മിമിക് ചെയ്ത് കാണിക്കുമ്പോഴാണ് നമ്മൾ കാമോഫ്ലേജ് എന്ന്. സോ കാമോഫ്ലേജ് കാരണമാണ് നമ്മുടെ ഡാർക്ക് വിങ്ഡ് മൗത്ത് കൂടുതൽ നമ്പർ കൂടാൻ കാരണം.
വൈറ്റ് വിങ്ങിനെ അപേക്ഷിച്ച് ഡാർക്ക് വിങ്ങഡിൻ്റെ വെറൈറ്റി കൂടുതലാവാൻ കാരണം ഈ ക്യാമോഫ്ലേജ് എന്ന് പറയുന്ന മെക്കാനിസമാണ്. സോ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ വഴി ഉണ്ടായ ഇവല്യൂഷനെ വിളിക്കുന്ന പേരാണ്. അതുകൊണ്ട് ആ സെലക്ട് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. ബിക്കോസ് അവിടെ എന്താണ്, കളർ ബേസിലാണ് നേച്ചർ സെലക്ട് ചെയ്തത്. ആദ്യത്തെ കേസിൽ ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ് എന്താണ്, വൈറ്റിനെ സെലക്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഡാർക്കിനെ സെലക്ട് ചെയ്തു. സോ ആ ഡാർക്ക് വൈറ്റ്, അത് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ വഴിയാണ് ഓരോ വെറൈറ്റീനെയും സെലക്ട് ചെയ്ത് ഇൻഡസ്ട്രിയൽ. സോ അതിനെ ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്നു. ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ വഴി ഉണ്ടായി ആ ഡാർക്ക് വിങ്ങിനെ സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയും. സോ ഇൻഡസ്ട്രിയൽ മെലാനിസം നമുക്ക് എന്താണ് തെളിയിക്കുന്നത്, ഇവല്യൂഷൻ എങ്ങനെയാണ് നടന്നത് നമുക്ക് അറ്റ് പ്രസൻറ്റ് കറണ്ടായിട്ട് നമുക്കൊരു തെളിവ് തരികയാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ മെലാനിസം. ഇതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ മെലാനിസം കാണിക്കുന്ന പിക്ചർ. നമ്മൾ പറഞ്ഞ വൈറ്റ് വിങ്ഡ് മോത്താണ് ഇത് ഡാർക്ക് വിങ്ഡ് മോത്തും. വൈറ്റ് വിങ്ഡ് മോത്തും ഡാർക്ക്, രണ്ട് പെപ്പേർഡ് മോത്ത് പറഞ്ഞില്ലേ, അതാണ് വൈറ്റ് വിങ്ഡ് മോത്തും ഡാർക്ക് വിങ്ഡ് മോത്തും. ഇവിടെ നമ്മുടെ ഇത് ട്രീ ട്രങ്കിൽ കാണിച്ചത്, ഇതാണ് ട്രീ ട്രങ്ക് ബാക്ക്ഗ്രൗണ്ട്. സോ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഷെയ്ഡാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഈ ട്രീ ട്രങ്കിൽ എന്താ, ലൈക്കൻസ് ഉണ്ട്. സോ ലൈക്കൻസ് ഉള്ളതുകൊണ്ട് ഈ ലൈക്കൻസിൻ്റെ കളറും ഈ വൈറ്റ് വിങ്ഡ് ആയിട്ടുള്ള മോത്തിൻ്റെ കളറും തമ്മിൽ ഒരു ക്യാമോഫ്ലേജ് പോലെ, അല്ലെങ്കിൽ അവരെ തമ്മിൽ ഒരുപാട് റിസംബ്ലൻസ് ഉണ്ട്. സോ ഒരു പ്രിഡേറ്റർ വന്നു കഴിഞ്ഞാൽ ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ എളുപ്പം ഏതിനെയാണ്, ഈ ഡാർക്ക് വിങ്ഡ് മോത്തിനെയാണ്. സോ ഇവർ എസ്കേപ്ഡ് ആവും. സോ ഇവരുടെ പ്രോജനി കൂടുതൽ നമ്പർ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് വൈറ്റ് വിങ്ഡ് മോത്ത്, മെലനൈസ്ഡ്, ഡാർക്കും വൈറ്റും. സോ ഈ വൈറ്റ് വിങ്ഡ് മോത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ആ ലൈറ്റ് ഷെയ്ഡ്, ലൈക്കൻസ് അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ട് പൊല്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പായിട്ട് ഈ പറഞ്ഞ വൈറ്റ് വിങ്ഡ് ആയിരുന്നു കൂടുതൽ അവർ പ്രൊഡ്യൂസ് ചെയ്തത്. ബിക്കോസ് ഇവരെ പ്രിഡേറ്റേഴ്സിന് ഈസിലി സ്പോട്ട് ചെയ്യാനും കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഡാർക്ക് വിങ്ങിനെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. അതുപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ എന്ത് സംഭവിച്ചു, പൊല്യൂഷൻ സംഭവിച്ചു. ഇതിൻ്റെ റിവേഴ്സ് കണ്ടീഷനായി. അപ്പോൾ അവിടുത്തെ ആ ട്രീ ട്രങ്കിൻ്റെ കളർ കണ്ട ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡാർക്ക് കളറാണ്. കാരണം അവിടെ ലൈക്കൻസ് ഒന്നുമില്ല, ലൈക്കൻസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ വളരില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ ഈ വൈറ്റ് വിങ്, ഈ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് വിങ്ഡ് മുഖത്തിന് ഈസിലി നമ്മുടെ പ്രിഡേറ്ററിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുകയും അങ്ങനെ ഇതിനെ കൺസ്യൂം ചെയ്യുകയും ചെയ്തു പ്രിഡേറ്റർ. അതേസമയം ഇപ്പോൾ പ്രിഡേറ്ററിന് ഈ ഡാർക്ക് വിങ്ഡ് മോത്തിനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഡാർക്ക് വിങ്ഡ് മോത്ത് എന്ത് ചെയ്തു, ഈ ഇൻഡസ്ട്രിയലൈസേഷൻ കാരണം ഈ ട്രീ ട്രങ്കൊക്കെ ആ കാർബൺ കോമ്പൗണ്ടും പൊല്യൂഷൻ കാരണം ഡാർക്കായി മാറി. അവിടെ ആ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് വിങ്ഡ് മൗത്തിനെ പ്രിഡേറ്റേഴ്സിനെ സ്പോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്. പകരം സ്പോട്ട് ചെയ്യാൻ എളുപ്പമായിരുന്നു വൈറ്റ് വിങ്ഡ്. അങ്ങനെ ഇപ്രാവശ്യം കൂടുതൽ സർവൈവ് ചെയ്തത് ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം പൊല്യൂട്ടഡ് ഏരിയയിൽ ആരാണ്, ഈ ഡാർക്ക് വിങ്ഡ് മൗത്ത്. ഇത് ക്യാമോഫ്ലേജ് ചെയ്തു, ഇതിൻ്റെ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടുമായി ക്യാമോഫ്ലേജ് മിമിക് ചെയ്തു ഇതുമായിട്ട്. അപ്പോൾ ഇതിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല, ഇത് എസ്കേപ്ഡായി. ഇതിനെ ഈസിലി സ്പോട്ട് ചെയ്യാൻ പറ്റി, ഇതിനെ കൂടുതൽ പ്രിഡേറ്റേഴ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ എണ്ണം കുറഞ്ഞു, ഇതിൻ്റെ എണ്ണം കൂടി. അതിന് മുമ്പാണെങ്കിൽ ഇത് ഈ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ക്യാമോഫ്ലേജ് ചെയ്ത കാരണം വൈറ്റ് വിങ്ഡിൻ്റെ മൗത്തായിരുന്നു പൊല്യൂഷന് മുമ്പ്, ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ് ഇതിൻ്റെ എണ്ണമായിരുന്നു കൂടുതൽ, ഇതിൻ്റെ എണ്ണം കുറവായിരുന്നു. അതേസമയം അതിന് ശേഷം ഡാർക്ക് വിങ്ഡിൻ്റെ എണ്ണം കൂടി, അവർ കൂടുതൽ സർവൈവ് ചെയ്തു, വൈറ്റ് വിങ്ഡിൻ്റെ എണ്ണം കുറയാൻ തുടങ്ങി.